കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ശീതളാണെങ്കിൽ സുമിത്രയെ വന്നു കണ്ട് ഇതുവരെ താൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇവനാണെങ്കിൽ നമ്മുടെ സച്ചിൻ അവിടെ മറഞ്ഞു നിൽക്കുന്ന കാര്യമൊന്നും നമ്മുടെ ശീതൾ അറിയുന്നില്ല കേട്ടോ. അപ്പൊ ശീതൾ കാണാത്തത് കൊണ്ട് തന്നെ സച്ചിനാണെങ്കിലോ ശീതളിനെ ഫോൺ ചെയ്യുക. അപ്പൊ ശീതൾ പറയുന്നുണ്ട്, സച്ചിൻ ഞാൻ എന്താ മാർക്കറ്റിൽ വന്നതാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ തിരികെ വീട്ടിലേക്ക് വരാം എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പം ഇവള് തന്നോട് ഇത്രയും നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കള്ളത്തരമാണ് എന്ന് മനസ്സിലാക്കി അവൻതാ ഇവളുടെ ഓരോ നീക്കവും വാച്ച് ചെയ്ത് അവിടെ അങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ അമ്മ സച്ചിനാണ് വിളിച്ചത്. ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് ശീതൾ സുമിത്രയോട് യാത്ര പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, മോളെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അമ്മയെ വിളിക്കണം, ഫോൺ ചെയ്യാനായിട്ട് മറക്കരുത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം ഉറപ്പായിട്ടും ഞാൻ അമ്മയെ വിളിച്ചോളാം എന്നും പറഞ്ഞ് അമ്മയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പം ഇറങ്ങുന്ന സമയത്താണെങ്കിലോ നമ്മുടെ സിദ്ധു ആണെങ്കിലും ഒരുപാട് സമയമായി ശീതൾ ആ വീട്ടിലേക്ക് പോയിട്ട്. ഇനി തൻ്റെ ക്ഷമയൊക്കെ നശിച്ചു, ഇനി ആ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നാലോ എന്നുള്ള കാര്യം ഇങ്ങനെ സിദ്ധു ആലോചിക്കുക. അപ്പം ആ ഒരു അസിസ്റ്റന്റിനോട് പറയുമ്പം, സാറേ എന്തായാലും അത് മറ്റൊരു വീടല്ലേ, അപ്പം വർഷങ്ങൾക്ക് ശേഷമാണ് സാറിന്റെ മകള് സാറിനെ കാണുന്നത്, അതുകൊണ്ട് തന്നെ അവൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് പറയാനേ സാധിക്കില്ല. അപ്പൊ സാറ് അവൾ ഇറങ്ങി വരുന്ന സമയത്ത് ഡയറക്റ്റ് പോയി സംസാരിച്ചു എന്നുള്ള കാര്യം പറയുക. പക്ഷെ ഇറങ്ങി വരുന്ന ശീതളിനെ കാത്ത് ദാ നമ്മുടെ സച്ചിൻ പൊടുന്നനെ വന്ന് അവിടെ അങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോഴത്തേക്കിനും ശീതൾ ശരിക്കും ഞെട്ടി കേട്ടോ. ഇതാണോടി നിന്റെ മാർക്കറ്റ് എന്നും ചോദിച്ച് സച്ചിന്റെ വക മാസ് ഡയലോഗുകളാണ്. അപ്പം സച്ചിൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും ശീതള്, സച്ചിൻ നീ എന്നോട് ക്ഷമിക്കണം, ഞാനിവിടെ വന്നെന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലല്ലോ, അച്ചമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്, അച്ചമ്മയാണെങ്കിൽ കാല് വയ്യാതെ ഇരിക്കുവാണ്, അപ്പൊ പോലും എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലല്ലോ, ദയവ് ചെയ്ത് നീ ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത് എന്നും പറഞ്ഞ് നമ്മുടെ ശീതളാണെങ്കിലോ സച്ചിനോട് ഇങ്ങനെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ സച്ചിന് ഇച്ചിരി വട്ട കൂടിയ കൂട്ടത്തിലായത് കൊണ്ട് തന്നെ ശീതളിനോട് ഇനി നീ ഒന്നും പറയണ്ട, നീ എന്നെ ചതിച്ചവളാണ് എന്നൊക്കെ പറഞ്ഞ് ശീതളിന്റെ കൈത്തണ്ടയിൽ പിടിച്ച് ഇങ്ങനെ വലിക്കുകയാണ്. അപ്പൊ ശീതളാണെങ്കിലോ സച്ചിൻ വീട് അമ്മ അപ്പുറത്തുണ്ട്, അമ്മ കാണുമെന്നുള്ള കാര്യമൊക്കെ പറയുമ്പം നമ്മുടെ സുമിത്രയാണെങ്കിലോ ശീതൾ ഇറങ്ങിയ പിന്നാലെ തന്നെ ആരുടെയോ കോള് വന്നു. അപ്പൊ ആശാട്ടി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഈ കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെ ശീതളിനെ വലിച്ചഴച്ചുകൊണ്ട് സച്ചിനാണെങ്കിലോ നിർബന്ധിച്ച് അവന്റെ കാറിൽ കയറ്റാൻ തുടങ്ങുന്ന സമയത്താണെങ്കിൽ സച്ചിനല്ലേ അതൊന്നും പറഞ്ഞ് നമ്മുടെ സിദ്ധു ഈ ഒരു കാഴ്ച കാണുകയാണ്. അപ്പൊ തന്റെ മകളെ ഇത്ര ബലമായി പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ എന്തൊക്കെയോ തക്കതായിട്ടുള്ള കാര്യങ്ങൾ അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സിദ്ധാർത്ഥ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കിനോ സച്ചിനാണെങ്കിൽ ഒരുവിധം ഉന്തിത്തള്ളി നമ്മുടെ ശീതളിനെ ആ ഒരു കാറിനകത്തോട്ട് തട്ടിക്കയറ്റി. എന്നിട്ട് അവൻ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ മോളെ ശീതളെ എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ ആണെങ്കിൽ പുറകെ നിന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ശീതൾ ഇതൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. അങ്ങനെ വളരെ വിഷമത്തിലായി നമ്മുടെ സിദ്ധു അവിടെ അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും അസിസ്റ്റന്റ് വന്നിട്ട് പറയുന്നുണ്ട്, ദേ സാറ് എത്രയും പെട്ടെന്ന് തന്നെ കയറ്, അവരെങ്ങോട്ടാ പോയെന്ന് വെച്ചാൽ നമ്മൾക്ക് അവരെ ചേസ് ചെയ്ത് അവരുടെ പിന്നാലെ പോവാം, അപ്പൊ അവർ താമസിക്കുന്ന സ്ഥലം കണ്ടെത്താലോ എന്നുള്ള കാര്യമാണ്. അങ്ങനെ സിദ്ധു പുറകെ പോകുന്ന ആ ഒരു സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയുടെ വീട്ടിലെ പരമശിവ ഇരുന്ന് കുശലം പറയുന്നതാണ്. അപ്പൊ എന്തായാലും സിദ്ധു തിരികെ നാട്ടിലെത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥ് അവന്റെ ശ്രീനിലയം തിരികെ പിടിക്കാനുള്ള പഠിച്ചടവുകൾ 18 പയറ്റിയിരിക്കും. അതിനു വേണ്ടിയിട്ട് അവൻ ചെയ്യാവുന്ന രീതിയിലെല്ലാം പ്രവർത്തിക്കുമെന്നുള്ള കാര്യമൊക്കെ പരമശിവ ഇങ്ങനെ രഞ്ജിതയുടെ അടുത്ത് പറയുമ്പോൾ രഞ്ജിത പറയാണ്, അവസാനം തനിക്ക് വേണ്ടി ഞാൻ വക്കാലത്ത് പറയേണ്ട അവസ്ഥയൊന്നും വരരുത് കേട്ടോ, ആ കാര്യത്തിന് ഇനി ഈ രഞ്ജിത നിൽക്കില്ല എന്നുള്ള കാര്യം പറയുമ്പം രഞ്ജിത ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയത് രഞ്ജിതയ്ക്ക് വേണ്ടി തന്നെയാണെന്നും രഞ്ജിത ഇനി എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ പരമശിവത്തിന് എങ്ങനെ പിടിച്ചു നിൽക്കാമെന്നല്ല നല്ല രീതിയിൽ തന്നെ അറിയാമെന്നുള്ള കാര്യമൊക്കെ പരമശിവൻ രഞ്ജിതയോടും പറയുകയാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ആ ഒരു ബന്ധം അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ ഒരു സീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അങ്ങനെ പരമശിവവും രഞ്ജിതയും കൂടി നമ്മുടെ സിദ്ധുവിനെയും അതുപോലെ തന്നെ സുമിത്രയെയും ഒതുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലാൻ ചെയ്യുന്ന സമയത്താണെങ്കിലും അനിരുദ്ധിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ അനിരുദ്ധാണെങ്കിലും അന്യൊക്കെ ആയിട്ട് സംസാരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം അനന്യ പറയുന്നുണ്ട്, അനി അച്ഛൻ ഇവിടുന്ന് വളരെ അവശതയിലല്ലേ പോയിട്ടാണെങ്കിൽ അനി അച്ഛനെ ഒന്ന് വിളിച്ചു ചോദിച്ചോ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം. നീ എന്തറിഞ്ഞിട്ടാണ് അനന്യ ഈ സംസാരിക്കുന്നത്? എൻ്റെ അച്ഛനല്ലേ ആള്, എൻ്റെ അച്ഛനെ നല്ല രീതിയിൽ തന്നെ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ്, അച്ഛൻ്റെ സ്വഭാവം ഒന്നും നിനക്കറിയില്ലേന്ന് ചോദിക്കുകയാണ്.
അമ്മ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് അച്ഛൻ വേദികാന്റിയുടെ പിന്നാലെ പോയത്. അച്ഛൻ അച്ഛൻ്റെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ എന്നുള്ള കാര്യം അത് നമുക്ക് പണ്ടേ മനസ്സിലായതല്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ കാര്യത്തിൽ ഇനി അധികമായിട്ടൊന്നും ഇടപെടാൻ ഞാനില്ല. പിന്നെ തല്ല് കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണം തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ ഇവനിങ്ങനെ പറയുമ്പം നമ്മുടെ അനന്യയ്ക്ക് വലിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അമ്മായിയപ്പനെ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് പഞ്ഞി കിടുമ്പോഴത്തേക്കിനും ചോദിക്കാനും പറയാനും അയാൾക്ക് ആരും ഇല്ലല്ലോ. സ്വന്തം എന്ന് പറയാൻ ഈ ഒരു മകൻ മാത്രമല്ലേ ഇപ്പം നിലവിലുള്ളൂ. അതുകൊണ്ട് തന്നെ അനന്യയാണെങ്കിൽ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അപ്പൊ സ്വരമോൾ അങ്ങോട്ട് വരുന്നുണ്ട്. സ്വരമോൾ വന്നിട്ട് പറയാണ്, അച്ഛനെ എനിക്ക് കാണണം, അച്ഛനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമോ എന്ന് ചോദിക്കുമ്പം മോളെ അച്ഛൻ ഒരു ടൂറിലാണെന്നും അച്ഛൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ മോളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ നമ്മുടെ അനന്യക്ക് കാര്യങ്ങളെല്ലാം അറിയാം. അച്ഛനെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് അനിരുദ്ധ്. തൻ്റെ അമ്മയോട് ചെയ്ത ആ ഒരു ക്രൂരത അത് അനിരുദ്ധിന് ഇപ്പോഴാണ് അധികം ആയിട്ടും അങ്ങനെ തികട്ടി നിൽക്കുന്നത്. ആദ്യ കാലങ്ങളിലൊന്നും ഇവന് വലിയതായിട്ട് അമ്മയെ സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷേ അത് ഇപ്പോഴാണ് ശരിക്കും തൻ്റെ അമ്മയുടെ മരണശേഷമാണ് ഇവന് തൻ്റെ അമ്മയോടുള്ള ആ ഒരു സ്നേഹം അണപൊട്ടി ഒഴുകുന്നത്. അപ്പൊ അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ അവിടെ നടക്കുമ്പോഴത്തേക്കിനും നമ്മളെ ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് സിദ്ധു ആണെങ്കിലോ ശീതളിനെ ഇങ്ങനെയൊക്കെ പിടിച്ച് വലിച്ചു ഇഴച്ചുകൊണ്ടൊക്കെ പോയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സുമിത്രയുടെ വീടിന്റെ ആ ഒരു മുൻവശത്ത് നിന്നുകൊണ്ടാണ് സിദ്ധു ഇങ്ങനെയൊക്കെ നോക്കുകയും അപ്പൊ എന്ത് ചെയ്യും തനിക്ക് ആകെ മൊത്തത്തിൽ തലകറങ്ങുന്ന അവസ്ഥയിൽ നിൽക്കുമ്പം സുമിത്രയാണെങ്കിൽ അപ്പറേ ഫോൺ ചെയ്ത് നടക്കുന്ന കാര്യം കാണിക്കുക. പക്ഷെ ഇവര് തമ്മിൽ കാണുന്നില്ല കേട്ടോ. അങ്ങനെ അസിസ്റ്റന്റ് പറഞ്ഞതനുസരിച്ച് സിദ്ധു ആണെങ്കിലോ നമ്മുടെ സച്ചിന്റെ കാറിനെ ചേസ് ചെയ്ത് പിന്നാലെ ചെല്ലുമ്പോഴത്തേക്കിനും ആ കാർ ചെല്ലുന്നത് നമ്മുടെ സച്ചിന്റെ വീട്ടിലേക്ക് തന്നെയാണ്. വെറുതെക്ക് പോകുന്നത് കൊണ്ട് തന്നെ സച്ചിനാണെങ്കിലും ശീതളിനെ വലിച്ച് കാറിൽ നിന്നും വെളിയിലിട്ടിട്ട്, എടി നീ എന്നോട് കള്ളത്തരം പറയുമല്ലേ, അപ്പൊ ഇത്രയും കാലവും നീ എന്നെ പറ്റിക്കുമായിരുന്നു എന്നും നിന്നെ ഇനി വെച്ച് പൊറപ്പിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശീതളിനെ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇവൻ അകത്തോട്ട് കയറിപ്പോയത് വലിയ സ്പീഡിലും അതുപോലെ ദേഷ്യത്തിലും ഒക്കെ ആയി പോയത് കൊണ്ട് തന്നെ ഡോർ അടയ്ക്കാനായിട്ട് വിട്ടുപോയി. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ സിദ്ധു ആണെങ്കിലോ സിദ്ധുവും അവരുടെ അരികിലേക്ക് അങ്ങ് ഓടി ചെല്ലുകയാണ്. അപ്പം വെള്ളത്തെ നിലയിൽ നിന്ന് നമ്മുടെ ശീതളിനെ തല്ലാനായിട്ട് ആ ഒരു ഫ്ലവർ വേഴ്സ് എടുക്കുന്ന സമയത്ത് സിദ്ധു ആണ് അവിടെ വന്ന് വട്ടം വന്ന് വീഴുകയും സിദ്ധാർത്ഥിന്റെ തലയ്ക്ക് നല്ല ഒന്നൊന്നര അടി കിട്ടുകയൊക്കെ ചെയ്യുക. പിന്നെ തൻ്റെ അച്ഛനെ ആ ഒരു എന്താ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കിനും നമ്മുടെ ശീതളിനാണെങ്കിലും പെട്ടെന്ന് ഒരു ഷോക്കായി പോവുക. അപ്പൊ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് ശീതള്. അപ്പൊ സച്ചിനാണെങ്കിലോ കൈവിട്ട് പോവുകയും ചെയ്തു, തന്തപ്പടിയെ പിടിച്ച് അടിക്കുകയും ചെയ്തു. ഇനിയിപ്പോ എന്ത് ചെയ്യും? സിദ്ധു ആണെങ്കിൽ നെറ്റി ഇങ്ങനെ പൊത്തി പിടിച്ച് അപ്പൊ ചോരയൊക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നല്ല സീൻ തന്നെയാണ്. എന്തായാലും സിദ്ധാർത്ഥിന് ഇച്ചിരി ട്രാജഡിയൊക്കെ കിട്ടണം, കയ്യിലിരിപ്പ് ശരിയല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശീതളാണെങ്കിൽ തന്റെ അച്ഛനെ കാണുകയൊക്കെ ചെയ്തു. അപ്പം സിദ്ധുവിനോട് ഇനിയിപ്പോ എന്തായാലും സുമിത്ര നിലവിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ശീതള് തന്നെ പറയും എന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു പ്രമോ വിശേഷം വന്നിട്ടുള്ളത്. അപ്പം എല്ലാ കൂട്ടുകാരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്